എർത്ത് ആൻഡ് എർത്ത് കുക്കു. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. റെഡ് റൈസ്. 1 കപ്പ് ബസ്മതി അരി 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ച് ഇട്ട് വേവിച്ച് വച്ചിരിക്കുകയാണ്. 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 എണ്ണം മതി. 3 ടൊമാറ്റോയും 3 ഗ്രീൻ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കോറിയൻഡർ പൗഡർ, 2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 മുട്ട. അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ശകലം ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റുക. അതായി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അടുത്തതായി പച്ചമുളകും തക്കാളിയും. അടുത്തത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. അടുത്തായി നമ്മൾ 2 മുട്ടയും പൊട്ടിച്ച് ഉപയോഗിക്കാം. ഈ മിക്സറോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരി ഇട്ട് കൊടുക്കുക. അവസാനമായി നമ്മൾ കോറിയൻഡർ കുറച്ച് ചേർത്ത് ഇട്ട് കോറിയൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ എഗ് റൈസിൻ്റെ കൂടെ സാലഡും പപ്പടവും അച്ചാറും വെച്ച് കൂടെ കഴിക്കാം. നമ്മൾ ഉച്ച ഊണിന് പെട്ടെന്ന് ലഞ്ചൊക്കെ സ്കൂൾ പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാനായിട്ടൊക്കെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടാണ്. ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് ഇതെന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഓഫീസിലൊക്കെ ലഞ്ച് കൊണ്ടുപോകാനായിട്ടൊക്കെ നല്ല ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.